ഇവന് ഇത്തിരി വില കൂടിയതാ. ഇത് മതി. കൂടുതലായോ? കുറച്ച് കുറക്കാം. മുത്തപ്പാ, കടം വാങ്ങിക്കാനായി ഒരുത്തന് ഈ വീട്ടിൻ്റെ പടി കയറി വരുതേ. ഇന്ന് 1-ാം തീയതിയാണ്. ഇനി എൻ്റെ ബിസിനസ് വെച്ചടി കയറ്റം വെക്കണേ. അപ്പം ഞാൻ എൻ്റെ ബ്രാൻഡ് മാറ്റിത്തരാം. ഓയ് സുഖേഷേട്ടോ. മുത്തപ്പാ, കണ്ണോട് മാറ്റി ഉണ്ടാ. 500-നുണ്ട്, 600-നുണ്ട്. 600-ന്റെ 550 തരുവാ. 600-ന്റെ 650 തരാം. അത് വേണ്ട, ബുദ്ധിമുട്ടാവും. ആർക്ക്? ഞങ്ങൾക്ക്. 500 മതി ചേട്ടാ. നിന്നെ കൂട്ടിയിട്ട് വന്നത് അബ്ദായി. ആ വിജേഷനെങ്ങാനും കൂട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു. നീ നോക്കിക്കോ, ഇയാളെ ഞാൻ എക്സസൈസിനെ കൊണ്ട് പിടിപ്പിക്കോടാ. എന്തിനാടോ ഉള്ള വെള്ളം കൂടി മുട്ടിപ്പിക്കാനോ? അത് നിന്റെ മൂത്താപ്പ വിചാരിച്ചാലും നടക്കില്ല. ഇതാ കാശ് വേണ്ട. രാവിലെ തന്നെ ഓരോ മാരണങ്ങൾ കയറി വരും. നീ ഈടെ വന്ന് കൂതറ ജാടിയും കാണിച്ച് നാളെ നീ ഗൾഫിൽ കയറി പോകും. ഇവിടെ 1-ാം ദിവസം സാധനം കിട്ടണമെങ്കിലേ ആളുടെ മുന്നേ പോയി ഓച്ചാനിച്ച് നിൽക്കണം. എടാ, ഒരു 5 കിലോമീറ്റർ ബൈക്കിൽ കയറി പോയതിനാലെ പാടിക്കുന്ന് ബീവറേജിൽ നിന്ന് സാധനം കിട്ടും 100 രൂപ കുറച്ച്. ഇത് 1-ാം തീയതി കിട്ടില്ല എന്നുള്ളൂ, ബാക്കി എല്ലാ ദിവസവും കിട്ടില്ലേ. ഇതൊക്കെ തലേ ദിവസം തന്നെ ആലോചിക്കണം, മനസ്സിലായാ? ഈ കിട്ടാത്ത ദിവസം 1-ാം തീയതി ദിവസം അത് അടിക്കണതിന്റെ ഒരു ഫീല് പറഞ്ഞ നിനക്ക് മനസ്സിലായി. ചൊവ്വാഴ്ച ദിവസം മൂടികെട്ട് കടയിൽ പോണ പോലെ അല്ലേ? അതെ. അവനവിടെ ഇരുന്നിട്ട് വേറെ കുറച്ചുണ്ടോ വിളിക്കുന്നു. 100 പൈസ എടുത്തിനാ എടേ. ആശാനെ, ആ പണി വരേക്ക് എടുക്കട്ടാ. അധികം കളിക്കൊന്നും വേണ്ട, അവിടെ ഇരിക്കും. എച്ചിങ്സ് പഠിച്ചേ. പിന്നെ ഞാനത് വാങ്ങിക്കാതിരിക്കോ? ലാപ്ടോപ്പ് അല്ല, ലോലിപോപ്പ്. 100-500 റുപ്യയുടെ മദ്യം മേടിച്ചിട്ട് ഒരു 50 റുപ്യയുടെ ടച്ചിങ്സ് പഠിക്കാൻ പറ്റില്ല എന്നെ കൊണ്ട്. നിനക്കൊക്കെ എച്ചി അല്ലെ? 500 രൂപ കൊടുത്ത് 1/2 ലിറ്റർ മദ്യം വാങ്ങിച്ച ഞാനൊരു എച്ചി അല്ലെ? മണത്തെല്ലാം കൂടി തീർക്കുന്നത്. നീ അവിടെ ഇരിക്കപ്പാ. അതെ, പിന്നെ കല്യാണാലോചനയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ ചിലപ്പോൾ നമ്മളറിയാണ്ട് ഇവിടെ വന്നിട്ട് അന്വേഷിക്കില്ലോ. അതുകൊണ്ടാണ് നിങ്ങളെ 2 പേരും ചേർത്ത് ഇങ്ങനൊരു സെറ്റപ്പ് ഞാൻ രൂപീകരിച്ചത്. സോറി, നിങ്ങളല്ല. ഊണ് കഴിച്ചിട്ട് വരാം. ഊണിന് മുന്നേ എന്ത് കൈ കഴുകണം. ഇതൊക്കെ കുടിച്ചിട്ട് പെടുത്ത് കളയുന്ന സാധനല്ലടാ. ഇല്ല, പെടുത്ത് കളയണില്ല. ഞാൻ അവിടെ ആക്കി വെക്കാം, വന്നിട്ട് എടുത്ത് കുടിച്ചോ. അത് നിന്റെ തന്തയോട് പോയി പറഞ്ഞാൽ മതി. തന്തയോട് തന്നെ പറഞ്ഞു. തന്തേ ഇതിനൊക്കെ വെള്ളം കിട്ടാതെ അന്ന് നോക്കിയപ്പോ വാഴയുടെ കണ്ണും കിട്ടിയില്ല. ഞാൻ അടുത്ത് വെച്ചേ. എന്റെ ഇതുവരെ കഴിച്ചില്ലേ? നിന്റെ ഒക്കെ പോലെ കൂതറ സ്റ്റാൻഡേർഡിലാണ്ട് അടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിങ്ങനെ സിപ്പായിട്ടേ അടിക്കൂ.
പറഞ്ഞ് ശരിയായില്ല. പണ്ട് നീ ഗൾഫിൽ പോണേക്കുമ്പോ ഇവന്റെ പെങ്ങളെ പ്രണയിച്ചിരുന്ന സമയത്ത് നിനക്ക് ഇവൻ കൂതറയല്ലായിരുന്നു. ആ അതപ്പോ നിക്ക് പറയാ, ഇപ്പൊ നിനക്ക് ഇവൻ കൂതറ. വെറുതെ അല്ല എൻ്റെ അമ്മ പറഞ്ഞ നാട്ടിലൊരു പെയിന്റ് പണിക്കാരൻ പട്ടിക്കും എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കില്ല. എന്നാൽ ഞാനിപ്പോൾ പറയുന്നു, നാട്ടിലൊരു ഗൾഫുകാരൻ തെണ്ടിക്കും എൻ്റെ പെങ്ങളെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല. എന്താ അവനെ വിളിച്ചേ? തെണ്ടി. അവന്റെ കയ്യിലേക്കിടെ കാശിന് കള്ളും മേടിച്ചു കുടിച്ചിട്ട് അവനെ തെണ്ടിന്ന് വിളിച്ചത് മോശം. തെണ്ടി അവൻ തന്നെ വിളിച്ചാൽ ഇപ്പൊ അവന്റെ കർണം പോയിട്ടുണ്ടോ? ഈ അടി ഇപ്പം തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ തരാൻ പറ്റില്ല. ഒന്നാം തീയതി കൊളാക്കിയിട്ടവൻ ഇത് കഴിഞ്ഞില്ലേ? മാറണോളൂ, മുടി മുഖം മാറണില്ല. എന്റെ കല്യാണം എന്നെ കൊണ്ടാൽ ഞാൻ ജോഷം തിരിച്ചറിയാം. ഇല്ല സാറേ, അനിയും സാറേയും കണ്ട ആർക്കും മനസ്സിലാവില്ല. ഇപ്പൊ ഒരു മുമ്പ് വെച്ചാലോ? എന്നേരം അനക്കും മനസ്സിലാവില്ലല്ലോ സാറേ. സാറാ ഓ അത് ശരി. എന്താ എവിടാ? ഞങ്ങളിവിടേക്ക് ഒന്ന് വൃത്തിയാക്കാൻ ഓർത്തിട്ടാണ് സാറേ. അതാരാടാ ഓടിയത്? അവനെ സാറേ ഇവിടുത്തെ ഏറ്റവും വലിയ കുടിക്കാരൻ. അവനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടതാ. ഇവിടെ ഭയങ്കര കുടിയന്മാരെ ശല്യം സാറേ. അപ്പം നിങ്ങളോ?
ഞങ്ങളിവിടെ അങ്ങനെ പൊതുപ്രവർത്തനമൊക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതൊക്കെ എടുക്കും. എന്നാ സാറേ ഇവരോട് ചോദിക്കാല്ലേ? ഈ ബ്ലാക്കിൽ കള്ള് വെക്കുന്ന എന്താ അവൻ്റെ പേര്? സുകേഷ്. ആ, സുകേഷ്. അവൻ്റെ കൂടെ എവിടെയാ? സുകേഷിന്റെ ആ വളവില്ലേ സാറേ, ആ വളവ് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പച്ച പെയിന്റ് അടിച്ച് വീട്. ഓക്കെ, ശരി, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഓ, ഇതുപോലൊരു ചെറുപ്പക്കാരെ കണ്ടിട്ട് തന്നെ വിഷമം. സുകേഷ്, 500 600 ഏതാ വേണ്ടേ? മൊത്തം ഇങ്ങോട്ട് എടുത്തോ. കല്യാണ ആവശ്യത്തിനാ? അല്ലടാ, ഇത് അടിയന്തരത്തിന്. എന്താ സാറേ സംഭവം? നോക്കട്ടെടാ, ഇവിടെ ഒന്നും ഇല്ല സാറേ. ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ ഒന്നും ഇല്ല സാറേ. നോക്കട്ടെ. അത് അരിയാണ് സാറേ. എടുക്കണത് നോക്ക്, ആൾ എടുക്ക്. ഇതാ സാറേ, അരിയാണ് സാറേ. അത് നോക്കിയെടുക്കണം, ആഴത്തിൽ നോക്ക്. ആ, എടുക്ക്. എന്നാടാ? സാറേ ഇത് കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചതാ സാറേ. വേറെ ഒന്നുമില്ല സാറേ, അതിലൊന്നുമില്ല. ഞാൻ നോക്കട്ടെ. ബക്കയിലിടടാ. ഇങ്ങോടാ, ഉള്ളോ? അത് ക്വാർട്ടറാണ് സാറേ, ലിറ്റർ ആക്കരുത്. ഇല്ല സാർ, ഇനിയില്ല സാർ. ഇല്ലേ? സാറേ ഇവിടെ 2 ഉണ്ട്. ഇപ്പൊ എത്രണ്ണായി? ഇപ്പൊ 6 സൈസ്. ആ, ഒന്നും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പൂട്ടാം. ഒന്നും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പൂട്ടിക്കും. അല്ല അല്ല, പാർട്ട്ണർ പാർട്ട്ണർ. എന്തിനാണോ താഴെ പാർട്ട്ണറാണെന്ന് പറഞ്ഞത്? താനല്ലോ രാവിലെ തന്നെ ഒറ്റെന്ന് പറഞ്ഞത്.